പരമ്പര സ്വന്തമാക്കി ടീം ഇന്ത്യ. പൂനെയിൽ നടന്ന 4ാം T20-യിൽ 15 റൺസിന് തോൽപ്പിച്ച് ഇന്ത്യ T20 പരമ്പര സ്വന്തമാക്കി. ഹാർദിക്കിന്റെയും ദൂബെയുടെ മിന്നും പ്രകടനത്തിന്റെ പിൻബലത്തിലാണ് ഇന്ത്യ വിജയം സ്വന്തമാക്കിയത്. പൂനെയിൽ ടോസ് കിട്ടിയ ഇംഗ്ലണ്ട് ബോളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. സ്വപ്നതുല്യമായ തുടക്കമാണ് ഇംഗ്ലണ്ടിന് മഹ്മൂദ് സമ്മാനിച്ചത്. തന്റെ ആദ്യ ഓവറിൽ തന്നെ 1 റൺസിന് സഞ്ജുവിനെയും ഡക്കിന് സൂര്യയും തിലകിനെയും താരം മടക്കി. 2 ഓവറിൽ 12-ന് 3 എന്ന നിലയിൽ തകർന്ന ഇന്ത്യയെ രക്ഷിച്ചത് അഭിഷേക് ശർമ്മയും റിങ്കു സിംഗ് ചേർന്നാണ്. അഭിഷേക് 29-ഉം റിങ്കു 30 റൺസും നേടി. എന്നാൽ ഇരുവരും വേഗം പുറത്തായതോടെ ടീം വീണ്ടും 79-ന് 5 എന്ന നിലയിലോട്ട് തകർന്നു. എന്നാൽ പിന്നീട് കൂടി ചേർന്ന ഹാർദിക് ദൂബെ സഖ്യം 45 പന്തിൽ 87 റൺസാണ് അടിച്ചെടുത്തത്. ഇരുവരും 53 റൺസ് വീതം നേടി. ഇംഗ്ലണ്ടിന്റെ കയ്യിൽ നിന്നും മത്സരം പോയതും ഈ ഘട്ടത്തിലാണ്. ഒടുവിൽ ഇന്ത്യ 181 റൺസ് സ്വന്തമാക്കി. സീരീസ് ആദ്യമായി ഇംഗ്ലണ്ടിന്റെ ഓപ്പണർ സ്കോർ ചെയ്തപ്പോൾ പവർ പ്ലേയുടെ അവസാന പന്തിലാണ് ഇന്ത്യക്ക് ആദ്യ വിക്കറ്റ് ലഭിച്ചത്. 62-ന് ആദ്യ വിക്കറ്റ് പോയ ഇംഗ്ലണ്ട് 67-ന് 3 എന്ന നിലയിലോട്ട് തകർന്നു. ബട്ട്ലർക്ക് മത്സരത്തിൽ തിളങ്ങാൻ കഴിഞ്ഞില്ല. പിന്നീട് ഇംഗ്ലണ്ടിന്റെ മധ്യനിര തകർന്നപ്പോൾ ബ്രൂക്ക് മാത്രമാണ് ഒറ്റയ്ക്ക് പൊരുതിയത്. 51 റൺസ് താരം സ്വന്തമാക്കി. താരം പോയതിനു ശേഷം ഓവർടോൺ അവസാനം വരെ പൊരുതിയെങ്കിലും മത്സരം ഇന്ത്യ സ്വന്തമാക്കി. ദൂബെയ്ക്ക് കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ടായി റാന വന്നപ്പോൾ പ്രധാന 3 വിക്കറ്റ് താരം സ്വന്തമാക്കി. കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് എന്നത് ലൈക്ക് ടു ലൈക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ആകുമ്പോൾ ദൂബെയ്ക്ക് പകരം റാന വന്നത് ലൈക്ക് ടു ലൈക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് തോന്നുന്നില്ല. രമൺദീപ് സിംഗിനെ പോലെ മറ്റൊരു ഓൾറൗണ്ടർ ടീമിലുള്ളപ്പോൾ. ബിഷ്ണോയി 3 വിക്കറ്റ് നേടിയപ്പോൾ വരുൺ 2 വിക്കറ്റ് നേടി. ഒടുവിൽ ഇംഗ്ലണ്ട് പോരാട്ടം 166-ൽ അവസാനിച്ചു. ദൂബെയാണ് കളിയിലെ താരം. ഒരിക്കൽ കൂടെ സഞ്ജുവും സൂര്യയും പരാജയപ്പെട്ടപ്പോൾ താരങ്ങളുടെ ഫോം ഇന്ത്യക്ക് തലവേദന ഉണ്ടാക്കുകയാണ്. അവസാന മത്സരം മുംബൈയിലോട്ട് പോകുമ്പോൾ ഇരുവരും മികച്ച പ്രകടനം നടത്തുമെന്ന് പ്രതീക്ഷിക്കാം.